കോസ്മിക് ആർമർ സൂപ്പർമാൻ വേഴ്സസ് അൾട്രാ ഇൻസ്റ്റന്റ് ഗോക്കു. ഇവർ തമ്മിലൊരു ഫൈറ്റ് വരികയാണെങ്കിൽ അതിൽ ആരായിരിക്കും ജയിക്കുക? വരൂ നമുക്ക് നോക്കാം. എന്നാൽ അതിനുമുമ്പ് നിങ്ങൾ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇതുപോലത്തെ വീഡിയോസിനെ മറക്കാതെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളെ പോലെ ആനിമേ കാണുന്ന ചാനലുകൾക്ക് ഷെയറും ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. സോ ഈ ഒരു ഫൈറ്റ് എന്നത് വന്ന് ഫിക്ഷണൽ വേൾഡിൽ തന്നെ ടു ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ക്യാരക്ടേഴ്സിന്റെ സ്ട്രോങ്സ്റ്റ് വേർഷൻസ് തമ്മിലാണ്. ആൻഡ് ഈ ഒരു ഫൈറ്റിൽ വന്ന് അൾട്രാ ഇൻസ്റ്റന്റ് ഗോക്കുവിനെ ആക്ച്വലി കോസ്മിക് ആർമർ സൂപ്പർമാനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കുമോ? വെൽ, അതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. ദെൻ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അൾട്രാ ഇൻസ്റ്റന്റ് ഗോക്കുവിനെ പറ്റി നോക്കുവാണെങ്കിൽ ഗോക്കുവിന്റെ ഈ ഒരു അൾട്രാ ഇൻസ്റ്റന്റ് ഫോം അദ്ദേഹത്തിന് തന്റെ ബോഡിയെ അറ്റാക്സ് ആൻഡ് എനിമിക്കെതിരെ ഒരു കോൺഷ്യസ് തോട്ട്സും ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി റിയാക്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. വിച്ച് മീൻസ് ഗോക്കു ഒന്ന് ചുമ്മാ നിന്നാൽ തന്നെ ഏതെങ്കിലും ഒരു അറ്റാക്ക് അദ്ദേഹത്തെ ഹിറ്റ് ചെയ്യാൻ വന്നാൽ ബോഡി അതിനെ ഓട്ടോമാറ്റിക്കലി കൗണ്ടർ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം അൾട്രാ ഇൻസ്റ്റന്റ് ഗോക്കുവിന്റെ സ്പീഡ്, റിഫ്ലക്സ്, കോമ്പാറ്റ് സ്കിൽ എന്നത് വന്ന് ഡിവൈൻ ലെവലാണ്. കൂടാതെ ഈ ഒരു വേർഷൻ ഓഫ് ഗോക്കു ഗോഡ്സിനെതിരെ ഫൈറ്റ് ചെയ്യുകയും യൂണിവേഴ്സൽ ത്രെറ്റനിങ് എനിമീസിനെ ഡിഫീറ്റ് ചെയ്യുകയും തന്റെ ലിമിറ്റ്സിനെ സർപ്പാസ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ്ലി സ്ട്രോങ്ങർ ആയിക്കൊണ്ടേയിരിക്കും. ബട്ട് ഇവിടെ അങ്ങനെയുള്ള ഗോക്കു വന്ന് സൂപ്പർമാന്റെ സാധാ ഒരു വേർഷനല്ല ഫൈറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് വേർഷൻ ആയ കോസ്മിക് ആർമർ സൂപ്പർമാനെയാണ്. ഈ കോസ്മിക് ആർമർ സൂപ്പർമാൻ വന്ന് എൻറ്റയർലി ഡിഫറെന്റ് സ്കെയിലുള്ള എന്റിറ്റിയാണ്. അതായത് കോസ്മിക് ആർമർ സൂപ്പർമാൻ അല്ലെങ്കിൽ തോട്ട് റോബോട്ട് വന്ന് ഒരു ഓർഡിനറി സൂപ്പർമാൻ വേർഷൻ അല്ല. ഈ ഒരു സൂപ്പർമാൻ വേർഷനെ വന്ന് എൻറ്റിയർ DC മൾട്ടിവേഴ്സിനെയും ഡേഞ്ചറിലാക്കുന്ന ഒമ്നിപോട്ടൻസ് ലെവൽ ത്രെറ്റിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ കോസ്മിക് ആർമർ സൂപ്പർമാന് തന്റെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒപ്പോണൻസിന് അനുസരിച്ച് ഈസിലി അഡാപ്റ്റ് ആക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് ഹയർ ലെവൽ ഓഫ് റിയാലിറ്റിക്ക് മുകളിലാണ് കോസ്മിക് ആർമർ സൂപ്പർമാൻ ഉള്ളത്. ആൻഡ് ഈ ഒരു വേർഷൻ ഓഫ് സൂപ്പർമാനായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാറ്റിൽ വന്ന് നോർമൽ സ്പേസ് ആൻഡ് ടൈമിനുള്ളിലായിരിക്കും നടക്കുക. സോ അങ്ങനെയാണെങ്കിൽ ഇനി വന്ന് ഇങ്ങനെയുള്ള സൂപ്പർമാൻ വേർഷനെ ഗോക്കുവിന്റെ അൾട്രാ ഇൻസ്റ്റന്റുമായിട്ട് ഡയറക്ട്ലി കമ്പയർ ചെയ്താൽ അൾട്രാ ഇൻസ്റ്റന്റ് ഗോക്കുവിന് അൺബിലീവബിൾ ആയിട്ടുള്ള സ്പീഡ് ഉണ്ട്. അതും ഫാസ്റ്റർ ദാൻ ലൈറ്റ് ആണ്. ബട്ട് കോസ്മിക് ആർമർ സൂപ്പർമാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്പീഡിന് ബിയോണ്ട് ആണ്. ദാറ്റ് ഈസ് കോസ്മിക് ആർമർ സൂപ്പർമാനെ സ്പീഡിൽ ബീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ദെൻ സ്ട്രെങ്ത് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഗോക്കുവിന്റെ സിംഗിൾ പഞ്ചിന് എന്റെ യൂണിവേഴ്സിൽ തന്നെ ഡേഞ്ചറിലാക്കാൻ സാധിക്കും. ബട്ട് കോസ്മിക് ആർമർ സൂപ്പർമാന്റെ ബാറ്റിൽസ് എന്നത് വന്ന് മൾട്ടിവേഴ്സൽ ലെവൽ ത്രെറ്റ്സ് ആൻഡ് മെറ്റാഫിക്ഷണൽ ത്രെറ്റ്സുമായിട്ടൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ ഈസിലി സ്ട്രെങ്ത്തിന്റെ കാര്യത്തിലും കോസ്മിക് ആർമർ ആണ് അൾട്രാ ഇൻസ്റ്റന്റിനെ കാട്ടിലും മുന്നിലുള്ളത്. അതുപോലെ ഇനി ഡ്യൂറബിലിറ്റി നോക്കുവാണെങ്കിൽ അൾട്രാ ഇൻസ്റ്റന്റ് ഗോക്കു ഇൻക്രെഡിബിളി ഡ്യൂറബിൾ ആണ്. ബട്ട് കോസ്മിക് ആർമർ സൂപ്പർമാനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ മെറ്റാഫിക്ഷണൽ ലെവൽ ത്രെറ്റ്സിന്റെ അറ്റാക്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഒബ്വിയസ്ലി ഡ്യൂറബിലിറ്റിയും കോസ്മിക് ആർമർ സൂപ്പർമാൻ ആണുള്ളത്. ആൻഡ് ലാസ്റ്റ്ലി എബിലിറ്റി നോക്കുവാണെങ്കിലും ഗോക്കുവിന് ഒന്ന് അൾട്രാ ഇൻസ്റ്റന്റ് കീ ടെക്നിക്സ്, മാർഷൽ ആർട്സ് മാസ്റ്ററി ഉണ്ടെങ്കിലും കോസ്മിക് ആർമർ സൂപ്പർമാന്റെ റിയാലിറ്റി ഡിഫൈയിങ് അഡാപ്റ്റേഷന് മുന്നിൽ ഈ ഒരു എബിലിറ്റീസ് ഒക്കെ ഒന്നുമേ അല്ല. ആൻഡ് അങ്ങനെയാണെങ്കിൽ ഇനി വന്ന് അൾട്രാ ഇൻസ്റ്റന്റ് ഗോക്കുവും കോസ്മിക് ആർമർ സൂപ്പർമാനും തമ്മിൽ ഡയറക്ട്ലി ഫൈറ്റ് ചെയ്യുവാണെങ്കിൽ അൾട്രാ ഇൻസ്റ്റന്റ് ഗോക്കു വന്ന് ആനിമേഴ്സിൽ തന്നെ വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ഹീറോ ആണെങ്കിലും കോസ്മിക് ആർമർ സൂപ്പർമാൻ വന്ന് കോമിക്സിലെ തന്നെ സൂപ്പർമാന്റെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ വേർഷൻ ആണ്. ആൻഡ് ഇത് വന്ന് ഡ്രാഗൺ ബോൾ വേഴ്സിൽ നിന്നും എൻറ്റയർലി ഹയർ സ്കെയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എന്റിറ്റിയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റിൽ ഈസിലി കോസ്മിക് ആർമർ സൂപ്പർമാൻ ആയിരിക്കും വിന്നർ ആവുക.